ഒരുപാട് പ്രതിസന്ധിയിലാണ് രാഹുൽ ഗാന്ധി നിലവിലുള്ളത്. സ്വന്തം മണ്ഡലത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി. അതുമാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും തിരിച്ചടി നേടിയപ്പോൾ കൂടെ നിന്നത് കേരളം മാത്രമാണ്. അങ്ങനെ ഒരു ആശ്വാസമായി കേരളം മാത്രം നിന്നപ്പോൾ കേരളത്തിലെ വയനാടിനെ മറക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. രാഹുൽ ഗാന്ധി ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ പോലും വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത ദിനേശ് കുമാറിൻ്റെ കുടുംബത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ കുടുംബത്തിന് സ്വാന്തനം നൽകുകയും അത് മാത്രമല്ല, ഉടൻ താൻ വയനാട്ടിലെത്തിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്നും സന്ദർശിക്കുമെന്നും അദ്ദേഹം ആ കുടുംബത്തിനോട് ഫോൺ സംഭാഷണത്തിലൂടെ പറയുകയുണ്ടായി. അങ്ങനെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത്, അതായത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തിൽ വരെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം, അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം, ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ്, പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിർണായക യോഗം വിളിക്കുകയും ആ യോഗത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ പോലും സ്വന്തം മണ്ഡലത്തെ മറക്കാതെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി താൻ അവിടത്തേക്ക് കടന്നു വരും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് വയനാടിന് നൽകിയിട്ടുള്ളത്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വയനാട്ടിൽ താൻ ഇനി വയനാട്ടുകാർക്ക് വേണ്ടി പണിയെടുക്കാൻ കടന്നു വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് വയനാടിന് സമ്മാനിച്ചിട്ടുള്ളത്. ആ പ്രതീക്ഷയെ കാത്തിരിക്കുകയാണ് വയനാട്. രാജ്യം ഉടനീളം വലിയ തിരിച്ചടി നേരിട്ട രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായ കേരളവും അതുപോലെ തന്നെ അമേത്തിയിലെ പൊതുജനം രാഹുൽ ഗാന്ധിക്കെതിരെ വിധി നിർണയിച്ചപ്പോൾ, അല്ലെങ്കിൽ അവിടെ നടന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറികളിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോയപ്പോൾ കേരളം ഒരു അട്ടിമറികൾക്ക് മുന്നിലും തലകുനിക്കാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഒരു കസേര നൽകുകയും ആ കസേരയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം പൊതുജനം തന്നെ നൽകുകയും ചെയ്ത വയനാട് രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുകയാണ്. അതിനു മുൻപ് വന്ന ആ ഫോൺ വിളി ചെറുതായൊന്നുമല്ല കേരളത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ എത്ര വലിയ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ ഒരു സ്ഥാനം പൊതുജനങ്ങൾ നൽകിയിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ ഏറ്റുപിടിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതായത് ദിനേശ് കുമാർ, വയനാട്ടിലെ കർഷകൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ വിവരങ്ങൾ അറിയുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മരണകാരണം, ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പരിശോധിക്കുകയുണ്ടായി. അതിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ താൻ വരുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമാണ് വയനാട്ടുകാർക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.